യെസ്, അതേ വികാരവുമായി തന്നെ വി ഡി സതീശന് വേണ്ടിയല്ല, പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയും ആളുകൾ എത്തുന്നുണ്ട്. രമേശ് ചെന്നിത്തലയുടെ വീടിന് മുൻപിൽ നിന്ന് സിജോ വി ജോൺ കൂടി ചേരുന്നുണ്ട്. വി ഡി സതീശൻ്റേതുപോലെ തന്നെ സമാനമായ അവസ്ഥ തന്നെയായിരുന്നു രമേശ് ചെന്നിത്തലയുടെ വീട്ടിലും ഉണ്ടാകുന്നത്. നിരവധി ആളുകളാണ് സിജോ വി ജോണിന് പിറകിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. നിരവധി ആളുകളാണ് ചെന്നിത്തലയുടെ വീട്ടിലേക്കും എത്തുന്നത്. ഒരു ഒത്തുതീർപ്പ് മുഖ്യമന്ത്രിയായി അവസാന ലാപ്പിൽ ഫോട്ടോ ഫിനിഷിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ രമേശ് ചെന്നിത്തല കുതിച്ചു കയറി വരുമെന്നാണോ അവിടെയുള്ള കൂടി നിൽക്കുന്നവരുടെ ഒരു പ്രതീക്ഷ? സിജോ, ഒത്തുതീർപ്പെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു മെറിറ്റ് ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ആ മെറിറ്റ് സ്വാഭാവികമാണ്, കാരണം അതിൽ സീനിയോറിറ്റിയാണ് രമേശ് ചെന്നിത്തല അവകാശപ്പെടുകയും ചെയ്തിരുന്നത്. അതാണ് രമേശിനെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇനി വി ഡി സതീശനല്ല, ഇനി അതിനുശേഷം KC അടുത്തൊരു ഓപ്ഷനായി പറയാൻ സാധ്യത എന്ന് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കുന്നതെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ രണ്ട് രീതിയിലാണല്ലോ. എന്തായാലും അങ്ങ് പറവൂരിൽ വി ഡി സതീശന് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഈ വഴുതക്കാടുള്ള വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ആളുകൾ മാത്രമല്ല, ആലപ്പുഴയിൽ നിന്നുള്ള ആളുകളുണ്ട്. അങ്ങനെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള നേതാക്കളും പ്രവർത്തകരൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചു നോക്കാം. രമേശ് ചെന്നിത്തല സ്ഥാനത്തേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയോടെയാണ് കാത്തുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളെല്ലാം വളരെ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. രമേശ് മുഖ്യമന്ത്രി ആഗ്രഹിക്കുന്നു, സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ് പ്രവർത്തകർ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരിക്കും. വളരെ പാരമ്പര്യമുള്ള നേതാവാണ്, പാർട്ടി അച്ചടക്കം പാലിക്കുന്ന നേതാവാണ്. അതെല്ലാം കേന്ദ്ര നേതൃത്വം പരിഗണനയ്ക്ക് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എവിടെ നിന്നുള്ള? ഞാൻ കൊല്ലം. കൊല്ലത്താണ്. പ്രതീക്ഷ ആണ് അല്ലേ? പ്രതീക്ഷയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണപരിചയവും മുൻകാലങ്ങളിൽ സംസ്ഥാനത്തും കേന്ദ്രത്തിൽ MP ആയിട്ടും ഒക്കെ ഇരുന്നിട്ടുള്ള ഒരു വ്യക്തികളുടെ ഭരണപരിചയമുണ്ട്, സീനിയോറിറ്റി ഉണ്ട് പാർട്ടിയിൽ. അപ്പം പരിഗണിക്കപ്പെടുന്നവരെ കട്ടി. അപ്പം അദ്ദേഹത്തിന് തീർച്ചയായും പരിഗണന ഉണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷത്ത് നിന്ന് നല്ല രീതിയിൽ നയിക്കുകയും കഴിഞ്ഞ 5 വർഷം കിട്ടിയില്ല എന്നുള്ളതുകൊണ്ട് മുൻകാലത്ത് 5 വർഷത്തെ പരിചയവും ഭരണപരിചയവും അറിയാമല്ലോ. ഒരുപാട് ഇടതുപക്ഷ ഗവൺമെൻറ്, പിണറായി ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നയങ്ങൾ, തീരുമാനങ്ങളിൽ നിന്നും ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് പിന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നത് അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ ശക്തമായ റോളിലുണ്ടാണ്. ഇപ്പോൾ ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ് വി ഡി സതീശനോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ KCO മുഖ്യമന്ത്രിയായിട്ട് വരട്ടെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയം എന്തായിരിക്കും? ഇല്ല, ഹൈക്കമാൻഡിൻ്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കും. പക്ഷേ ഹൈക്കമാൻഡ് ഉചിതമായ തീരുമാനമായിരിക്കും എടുക്കുന്നതാണ് പ്രതീക്ഷ. അതാണ് റൈറ്റ് തീരുമാനമായിട്ട് വരുന്നത്. അതാണ്. അല്ല, അങ്ങനെ ഒരു തീരുമാനമുണ്ട്, വരട്ട്. അതിൻ്റെ ഇന്നത്തെ കാര്യം പിന്നെ ഇല്ലേ, അതാണ് ഇപ്പോൾ പറയുന്നില്ല അല്ലേ? പറയാൻ. എന്തായാലും മുതിർന്ന ആളുകൾ മാത്രമല്ല, പുറത്ത് ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളുണ്ട്, നിരവധി ആളുകളുണ്ട്. നിൽക്കാം നമ്മൾ വന്നിട്ടുള്ളതാണിത്. അവർ പുറത്തോട്ട് ഇറങ്ങി നിൽക്കുമെന്ന് പറയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം ആരായിരിക്കും മാറുക ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഒരു റിസൾട്ട് വരും, ഇത് കാര്യത്തിലൊരു തീരുമാനം വരും. ചെന്നിത്തല എവിടെയാണ്? വീട്ടിലുണ്ടോ? വഴുതക്കാട് വീട്ടിലുണ്ടോ ചെന്നിത്തല? ഉണ്ട്, വീട്ടിലുണ്ട്. അദ്ദേഹം വീട്ടിലുണ്ട്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഈ ഘട്ടത്തിൽ തയ്യാറല്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നെങ്കിൽ പോലും ഇനി റിസൾട്ട്, ഇതിൻ്റെ ഒരു തീരുമാനം വന്നതിന് ശേഷം, ആരാണ് പ്രഖ്യാപനം വന്നതിന് ശേഷം മാത്രമേ പ്രതികരണത്തിനുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് ഉള്ളത്. എന്തായാലും ആലപ്പുഴയിൽ നിന്നും കൊല്ലത്ത് നിന്നും ഇടുക്കിയിൽ നിന്നും ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഉൾപ്പെടെ ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തായാലും രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കും എന്നൊരു കണക്കൂട്ടൽ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന മുഴുവൻ ആളുകളും. ശരി സിജോ, ഏതായാലും രമേശ് ചെന്നിത്തല വഴുതക്കാട് വീട്ടിലും വി ഡി സതീശൻ പറവൂർ വീട്ടിലുമുണ്ട്. വീടിന് പുറത്ത് നിരവധിയായ പ്രവർത്തകരും അണികളും തടിച്ചുകൂടിയിട്ടുണ്ട്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവും രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകണമെന്ന ആവശ്യവും ഈ സമയവും അവർ അത് ഉയർത്തുന്നുമുണ്ട്.